ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. റാഗിയും ചെറുപയറും കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് റാഗിയും എടുത്തിട്ടുണ്ട്, 1 കപ്പ് ചെറുപയറും എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ നമുക്കൊന്ന് കഴുകിയെടുക്കണം. റാഗിയിൽ ഒരുപാട് അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ലതുപോലെ കൈകൊണ്ട് തിരുമ്പിയിട്ട് വെള്ളം ഒന്ന് ക്ലിയർ ആയിട്ട് വരുന്നത് വരെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഒരു 5-6 പ്രാവശ്യമെങ്കിലും ഇതുപോലെ കഴുകിയെടുക്കണം. റാഗിയിലും ചെറുപയറിലും ഒരുപാട് പ്രോട്ടീനും ഫൈബറും കാൽഷ്യം അയണും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഷുഗർ ഉള്ളവർക്കൊക്കെ ഗോതമ്പ് കഴിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് റാഗി കഴിക്കുന്നത്. റാഗിയിലും ചെറുപയറിലും ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും ഫൈബറും അയണും ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ അത് ഷുഗറൊക്കെ കുറക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിത് ഒരു 5-6 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ ക്ലിയറായി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് കുതിർക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് രാത്രിയാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത്. തലേ ദിവസം രാത്രി കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് അരച്ചിട്ട് ദോശ ഉണ്ടാക്കാം. ഇപ്പോൾ രാവിലെ ഞാനിത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അരച്ചെടുത്ത ഉടനെ തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാം. അത് പൊങ്ങാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക്, ഒരു 4-5 വെളുത്തുള്ളി, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു 4-5 ചുവന്നുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതൊക്കെ മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. റാഗിയിലും ചെറുപയറിലും ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ അത് കൊളസ്ട്രോൾ കുറക്കാനായിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. പ്രോട്ടീനും ഫൈബറും ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ വെയിറ്റ് കുറക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ദിവസത്തിൽ റാഗിയും ചെറുപയറും ഒക്കെ കഴിക്കുന്നത് നന്നായിരിക്കും. അപ്പം ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് 2 പ്രാവശ്യമായിട്ടാണ് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുള്ളത്. ധാരാളം കാൽഷ്യം ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് എല്ലിനും പല്ലിനും ഒക്കെ വളരെ നല്ലതാണ്. റാഗിയിൽ ധാരാളം വൈറ്റമിൻ സിയും എയും ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് കഴിക്കുന്നത് സ്കിന്നിനും വളരെ നല്ലതാണ്. അപ്പോൾ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് ഞാൻ ഇതിലേക്കൊന്ന് ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ഇനി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് വേണ്ടത്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ദോശ ചുട്ടെടുക്കാം. അപ്പം ഞാനിത് ഇവിടെ പാന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം ആവശ്യത്തിന് മാവ് ഒഴിച്ചിട്ട് നല്ല കനം കുറച്ചിട്ട് തന്നെ നമുക്കിത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പം മാവ് അരച്ച ഉടനെ തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാം. അത് പൊങ്ങാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഞാനിതിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർത്തിട്ടുണ്ടെങ്കിൽ റാഗിയിലുള്ള ന്യൂട്രിയൻസൊക്കെ വളരെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇപ്പോൾ ദോശ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല തിന്നായിട്ട് തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് ഇത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. റാഗിയിൽ ധാരാളം അയൺ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ രക്തക്കുറവുള്ളവരൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് ഇഷ്ടമില്ലാത്തവർ അത് ചേർക്കണ്ട, അത് തികച്ചും ഓപ്ഷണലാണ്. പക്ഷേ നെയ്യ് കഴിക്കുന്നത് ഹെൽത്തിയാണ്. അതിൽ ധാരാളം omega-3 ഫാറ്റി ആസിഡ്സും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദോശ നല്ലൊരു സ്മെല്ല് തന്നെ വരുന്നുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കായത്തിൻ്റെയും ഒക്കെ നല്ലൊരു സ്മെല്ല് തന്നെ വരുന്നുണ്ട്. അപ്പോൾ റാഗി ചെറുപയർ ദോശ കഴിക്കാനായിട്ട് കറിയുടെ ഒന്നും ആവശ്യമില്ല, ഒറ്റയ്ക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ ഉള്ളി ചമ്മന്തിയുടെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.